ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപീകരിച്ചതിന് ശേഷം വ്യാപാരികളുടെ സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ പ്രശ്നങ്ങളും കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല ജില്ലയിൽ ആരംഭിച്ച നിരവധിയായുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ സംഘടന വ്യാപാരികളുടെ എന്നും നീതി പുലർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ചടങ്ങ് കുടുംബ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട ധനസഹായ വിതരണമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ ഒരു പ്രത്യേകത, ഏത് തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളുമായി അതിനെ ഏറ്റെടുക്കാൻ ഒരു മടിയുമുള്ള ആളുകളെല്ലാം മലപ്പുറം ജില്ലക്കാർ. ഇതിൽ നിരവധി വിഷയങ്ങളിൽ നമുക്ക് തന്നെ അനുഭവങ്ങളുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും കൂടുതൽ പണം ഇതിപ്പോൾ സംഘടനയായാലും പുറത്തു നിന്നുള്ള സേവന പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തലായാലും ഏറ്റവും അധികം ജില്ലയിലെ വ്യാപാരികൾ തന്നെയാണ് സംഭാവന ചെയ്യുന്നത്. ഇന്നത്തെ ഈ മാതൃകാ പദ്ധതി വിതരണം ചെയ്യുന്ന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പറയും. അദ്ദേഹം ഈ വേദിയിൽ നമ്മോടൊപ്പം ഇരിക്കണം. ബഹുമാനപ്പെട്ട എം കുഞ്ഞിമാൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി കുഞ്ഞാമഹാജി, അദ്ദേഹം ഈ സുരക്ഷാ പദ്ധതിയുമായും ഒക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. ഈ ചടങ്ങിൽ നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചങ്ങനാടിയിൽ ഒരു അദാലത്തിൽ പങ്കെടുത്ത് നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹം വരുന്നതേ ഉള്ളൂ. ബഹുമാനപ്പെട്ട CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ശ്രീ അനിൽ മാഷ്, ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് VS ജോയ്, ബഹുമാനപ്പെട്ട വ്യാപാരി വ്യവസായി സംസ്ഥാന സമിതിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ദേവസ്യ മെച്ചേരി, ബഹുമാനപ്പെട്ട ബാബു കോട്ടയിൽ, ശ്രീ PA ബാവ, ശ്രീ KP ബഷീർ, ശ്രീ വ്യാപാരികളുടെ പ്രത്യേകത, കേരളത്തിലെ വ്യാപാരികൾ രണ്ട് കാര്യങ്ങളിൽ അവരുടെ പ്രതിബദ്ധത എന്നും നിലനിർത്തി പോകുന്നത്. ഒന്ന്, ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോടുള്ള പ്രതിബദ്ധത എപ്പോഴും ഈ സംഘടനയായാലും പ്രത്യേകിച്ച് സംഘടനയിലെ ഭാരവാഹികൾ ശ്രദ്ധിച്ചു പോകുന്നവരാണ്. അതിൻ്റെ കൂടെ തന്നെ വ്യാപാരികളുടെ പൊതുവായ പ്രശ്നങ്ങളിൽ, അത് സർക്കാരുമായുള്ള പ്രശ്നങ്ങളായാലും പൊതു സമൂഹമായുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായാലൊക്കെ തന്നെ ഇടപെടാൻ രാഷ്ട്രീയ പാർട്ടികളെക്കാളും വെടുപ്പോടുകൂടി അതിൽ ഇടപെടുന്ന ഭാരവാഹികളുള്ള ഒരു സംഘടന പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും വ്യാപാരികളുമായി ബന്ധപ്പെട്ട പോലീസ് കേസുകളൊക്കെ വരുന്ന സമയത്ത് തന്നെ വ്യാപാരി വ്യവസായി സംഘടനകളുടെ ഭാരവാഹികൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനും അല്ലെങ്കിൽ ബന്ധപ്പെട്ട RDO കളക്ടറായാലും ഒക്കെ തന്നെ അവിടെ ഇടപെടുന്ന ഒരു രീതികൾ അത് വളരെ മാതൃകാപരമാണ്. പക്ഷെ
മറ്റുള്ള സംഘടനകളെ പോലെയല്ല. അത് വ്യാപാരി സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലായിട്ടാണ് ഇതിന്റെ ആളുകൾ അതിനെ കണ്ടത്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പോൾ സർക്കാരുമായുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മളൊക്കെ തന്നെ വിട്ടുപോയുള്ള നർസുദ്ദീൻ സാഹിബിന്റെ കാലം മുതൽ തന്നെ ഡൽഹി ആയാലും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റുമായുള്ളതൊക്കെ ആണെങ്കിൽ നേരിട്ട് തന്നെ അവരെ കണ്ട് പലപ്പോഴും കാര്യങ്ങൾ സംസാരിക്കാൻ മൂപ്പര് നേരിട്ട് തന്നെ പോവാറ്. പല പ്രധാനപ്പെട്ട വ്യാപാരികൾ ഇടക്കാലത്ത് അനുഭവിച്ച പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയെന്നുള്ളത് തന്നെയാണ് നമുക്ക് കണ്ടത്. അതുകൊണ്ടാണ് ഇന്ന് ശക്തമായ ഒരു സംഘടന എന്നുള്ള രീതിയിൽ രാജ്യത്ത് തന്നെ കച്ചവടക്കാർക്ക് മാതൃകയായിട്ടുള്ള ഒരു സംഘടനയായി കേരള വ്യാപാരി വ്യവസായി സമൂഹം. ഞാനും ഇതിൽ അംഗം തന്നെയാണ്. അപ്പോ ഇവിടെ കാലഘട്ടത്തിനനുസരിച്ച മാറ്റം ഉൾക്കൊള്ളാൻ സംഘടന തയ്യാറാവുന്നു എന്നുള്ള ഒരു ആഹ്വാനമാണ് ബഹുമാനപ്പെട്ട സ്വാഗത പ്രസിഡന്റ് ഇൻഡസ്ട്രിയൽ പാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിച്ചു. ഏറ്റവും സ്വാഗതം ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ആഗോളതലത്തിലുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഈ ഇത്തരത്തിലുള്ള കുത്തക കമ്പനികളും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അതിന് ശക്തമായി എതിർത്തതാണ് വ്യാപാരി വ്യവസായി. ആദ്യമായി കേരളത്തിൽ സൂപ്പർ മാർക്കറ്റുകൾ ആരംഭിച്ചപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ തന്നെ അതിനെതിരായി അന്ന് സമരം ചെയ്തിട്ടുണ്ട് വ്യാപാരി. പക്ഷേ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ആഗോള കലാപം ഒക്കെ തന്നെ വന്നതിന് ശേഷം അതൊരു നിയമമായി മാറുകയും അതിനെ എതിർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറിയതുകൊണ്ടാണ് പിന്നീട് ആ എതിർപ്പ് നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ചെറുകിട വ്യാപാരികളെ വലിയ രീതിയിൽ ബാധിക്കുന്ന തലത്തിലേക്ക് ഓൺലൈൻ വ്യാപാരം അതോടൊപ്പം തന്നെ റീറ്റെയിൽ മേഖലയിലെ വ്യാപാരം മാറി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇന്ന് പല ചെറുപട്ടണങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന നിരവധി സ്റ്റോറുകളുടെ കുറവ് അതാണ്. ഇപ്പോൾ ഓരോ പട്ടണത്തിലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും ഒരു കാലത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പല പലചരക്ക് കച്ചവടക്കാർ ഇന്ന് അപ്രത്യക്ഷമായിട്ട്. ഇപ്പം നമുക്കൊക്കെ തന്നെ അറിയുന്ന ഓരോ പട്ടണങ്ങളിൽ നമ്മൾ പരിശോധിച്ചാൽ അറിയാം. ഇപ്പം ഞങ്ങളുടെ തിരൂരിൽ തന്നെ നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പലചരക്ക് വ്യാപാരികളും അപ്രത്യക്ഷമായി. അവിടെ ചെറുകിട വ്യാപാരികളില്ല. വളരെ അപൂർവം ചില ആളുകൾ, അതും ടൗണിലല്ല, ടൗണിൽ നിന്ന് മാറി കച്ചവടം നടത്തുന്നത്. അതിന് കാരണം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഭീമന്മാരായിട്ടുള്ള കമ്പനികളുടെ കടന്നുവരവാണ് ഏറ്റവും അധികം ഈ മേഖലയെ ബാധിച്ചത്. അതോടൊപ്പം തന്നെ ഓൺലൈൻ വ്യാപാരം വളരെ ഗുരുതരമായ രീതിയിൽ ഈ മേഖലയെ ഇപ്പോൾ കടന്നാക്രമിച്ചു. ഇതിനൊക്കെ തന്നെ നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് എത്ര കണ്ട് ഫലവത്താവും എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിച്ചു. ജനങ്ങൾ, പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് അവരിരിക്കുന്ന സ്ഥലത്തേക്ക് എല്ലാ കാര്യങ്ങളും എത്തുക എന്നുള്ള ഒരു മെന്റാലിറ്റി അവരിൽ. അതുകൊണ്ടാണ് ഓൺലൈൻ വ്യാപാരത്തിലേക്ക് ഇത്രയും അവർ ആകർഷകമാകുന്നത്. ഇപ്പോൾ വീട്ടിനുള്ളിൽ അവരുടെ മൊബൈലിൽ പണം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ടൈപ്പ് ചെയ്താൽ അവർക്ക് രണ്ടാം ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ 18 മണിക്കൂറിൽ അവരുടെ ഡെലിവറി വീട്ടിലെത്തിക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പുതിയ തലമുറയുടെ ഷോപ്പിംഗ് എന്നുള്ളത് വലിയൊരു ശതമാനം അതിലേക്ക് മാറിയിട്ടുണ്ട്. അത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നമുക്ക് ബാധിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ കമ്പനികൾ, ഇപ്പം ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്, ITC പ്രൊഡക്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, കമ്പനികൾ നേരിട്ട് തന്നെ അവരെ നേരിട്ട്
ഇത്തരത്തിലുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകൾക്ക് പ്രൊജക്ട് റേറ്റിൽ സാധനങ്ങൾ നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കച്ചവടക്കാർക്ക് നൽകുന്ന ഹോൾസെയിൽ വ്യാപാരികൾക്ക് തരുന്നതിനേക്കാൾ ഓരോ കാർട്ടൂണിലും 15-20 രൂപ കുറച്ചാണ് ഇത്തരം സൂപ്പർ മാർക്കറ്റുകൾക്ക് ബൾക്കായിട്ടുള്ള സപ്ലൈ നടത്തുക. അതിൽ 2 പ്രശ്നങ്ങൾ. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു. ഈ ഹോൾസെയിൽ വ്യാപാരികൾ പലരും ഇത് വാങ്ങി അവര് അത് കുറഞ്ഞ വിലക്ക് പുറത്തു കൊടുക്കുന്നു. അവരുടെ ഷോപ്പിൽ മാത്രം വിൽക്കാനല്ല, ശരിക്കും അതാത് സൂപ്പർ മാർക്കറ്റുകൾ, ചെയിൻ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഗോഡൌണിൽ കമ്പനികൾ നേരിട്ട് ഈ സാധനം വയ്ക്കുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് അതിനുള്ളിലുള്ള ഇടനിലക്കാർ തന്നെ അവിടെ നിന്നും വ്യാപാരികൾക്ക് കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ ടാക്സ് ഒന്നും കെട്ടാത്ത ഈ വാൻ സെയിൽസ് സംവിധാനം, സ്വകാര്യ അത് പെർമിറ്റും ലൈസൻസും ഒന്നും ഉണ്ടാവും. അവർ നേരിട്ട് തന്നെ കച്ചവടക്കാരെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പൊ കച്ചവടക്കാരെ പോലെ തന്നെ വലിയ നഷ്ടം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇതിലൂടെ വരുന്നുണ്ട്. വലിയ വലിയ രീതിയിലുള്ള കച്ചവടത്തിലെ കുറവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറുകളിലേക്കുള്ള സപ്ലൈകൾ ഡയറക്റ്റ് കമ്പനി സപ്ലൈ ആണ്. അവിടെ അവർക്ക് ആവശ്യത്തിലധികമുള്ള സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുകയാണ്. അവർ ചെയ്യുന്ന കാർട്ടൂൺ കണക്കിന് പുറത്തേക്ക് അത് ഇത്തരത്തിലുള്ള ടാക്സ് അടക്കാത്ത വ്യാപാരികൾക്ക് വിൽപ്പന നടത്തുകയും അത് രാത്രികളിലും സ്വകാര്യമായും അവധി ദിവസങ്ങളിലൊക്കെ തന്നെ കച്ചവടക്കാരുടെ ചില ഗോഡൌണിൽ അല്ലെങ്കിൽ അവർ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ വാങ്ങുന്ന റേറ്റ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഒരു സ്കീം കൊടുക്കും. പക്ഷേ അതിൽ നികുതി നഷ്ടം, നമ്മൾ വലിയ രീതിയിൽ ടാക്സ് കൊടുക്കും, ഇൻകം ടാക്സും സെൽ ടാക്സും GST ഒക്കെ കൊടുക്കുക. നമ്മൾ ടാക്സും എല്ലാം കൊടുത്ത് മുനിസിപ്പൽ ലൈസൻസും അടച്ച് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഇടനിലക്കാരുടെ കച്ചവടം അത് നല്ല രീതിയിൽ തന്നെ വ്യാപാരി വ്യവസായിയുടെ മോഷകസംഘടനയെല്ലാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഇത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അഡ്രസ് ചെയ്ത് വരേണ്ടത്. പക്ഷെ എത്ര കണ്ട് ഇതിനെ അഡ്രസ് ചെയ്യുമ്പോൾ അത് അതിന് റിസൾട്ട് വരുമെന്നുള്ള കാര്യം പുതിയ നിയമങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഏതെങ്കിലും രീതിയിൽ അതിന് മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നമ്മളൊക്കെ. ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലല്ല എൻ്റെ പ്രശ്നം നടത്തിയിട്ടുള്ളത്. അതെങ്ങനെ പറയും അതുപോലെ വർഷങ്ങളാണ് കാര്യങ്ങൾ. ഏതായാലും വ്യാപാരി സമൂഹത്തിന് പൊതുവെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ ശക്തമായി പ്രതികരിക്കാൻ വ്യാപാരി വ്യവസായികൾ കഴിയുന്നു, സംഘടനകൾക്ക് കഴിയുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യാപാരി വ്യവസായ സംഘടനകൾ വിളിക്കുന്ന ഏത് പരിപാടികളും ഇത്രയധികം പ്രതിനിധികൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാലഘട്ടത്തിനനുസരിച്ച്, കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള പദ്ധതികളും പ്ലാനുകളും തയ്യാറാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇന്ന് ഏറ്റവും മഹത്തരമായൊരു പദ്ധതി കുടുംബ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതിലൂടെ ലഭ്യമാകുന്ന ആ ഒരു സഹായം എന്നത് ഒരു സഹോദരനോട് നമ്മുടെ ഒരു സഹോദരനോട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അതൊരു മാറ്റവും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം പരസ്പരം നമ്മളൊരു കുടുംബമായിട്ടുള്ളവരാണ്. ആ കുടുംബത്തിലെ ഒരാള് നമ്മളിൽ നിന്നില്ലാതായി പോകുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് കുടുംബത്തിലെ ഒരംഗത്തെ സഹായിക്കുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട വ്യാപാരിയുടെ പറഞ്ഞൊരു കാര്യത്തിൽ ഇനിയും അതിൽ ചേരാത്തവരുണ്ടെങ്കിൽ അതിൽ മടിച്ചു നിൽക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ കൂടുതൽ ഫലവത്തായി നമുക്കൊരു പ്ലാറ്റ്ഫോമില്ല മറ്റൊരു പ്ലാറ്റ്ഫോം. ഇപ്പോൾ കുടുംബ സുരക്ഷ അതോടൊപ്പം അനുബന്ധിച്ചുള്ള ഡയൽ സെന്ററുമായൊക്കെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ ഏരിയ പോലുള്ള വ്യവസായ മേഖലയിലേക്ക് കൂടി കടക്കാൻ ഇപ്പോൾ സ്വകാര്യ ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ ധാരാളമായി നൽകുന്ന അവസരമാണ്. അപ്പോൾ അത്തരം ഇൻഡസ്ട്രിയൽ പാർക്കുകളിലൂടെ നമ്മുടെ പാക്കിംഗ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ കുത്തകളെ വലിയൊരു അളവോളം നമുക്ക് ചെറുക്കാൻ കഴിയും. കാരണം നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്ത്
നമ്മളൊരു മിനിമം ലാഭത്തിൽ അത് കടകളിൽ എത്തിച്ചാൽ നമ്മുടെ ബ്രാൻഡ് വിൽക്കാൻ നമ്മുടെ കച്ചവടക്കാർ തയ്യാറായിരിക്കുന്നത് എന്താ പ്രശ്നം? ആ ഒരു എയിമായിരിക്കാൻ പറ്റുന്ന ഭാരവാഹികളത്തിലൂടെ കണ്ടിട്ടുള്ളത് ഏറ്റവും നല്ല രീതിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് ഇതൊരു ഉദ്ഘാടനം എന്നുള്ളതല്ല, ഈ ഒരു മഹത്തായ ചടങ്ങിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.